ദുബായിൽ എങ്ങനെയാണ് എമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കാം. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്, അതിലേക്ക്. ഇതുപോലൊരു ആവേശം പ്രവാസ ലോകത്തെ മലയാള സിനിമ ആസ്വാദകർ കണ്ടിട്ടുണ്ടാകില്ല. ആ തരത്തിലുള്ള ആവേശത്തിലാണ് ഗൾഫ് നാട്ടിലെ എല്ലാവരും തന്നെ. 135ഓളം സ്ഥലങ്ങളിൽ 9,000-ഓളം സ്ക്രീനുകളിലാണ് ഗൾഫ് നാടുകളിൽ എമ്പുരാന്റെ പ്രദർശനത്തിൽ. ഇപ്പോൾ രാവിലെ 3 മണിയോടുകൂടി തന്നെ ആളുകൾ ആദ്യങ്ങളോ 4:30 3 മണിയോടുകൂടി തന്നെ ഇവിടെ എമ്പുരാൻ കാണുവാനായി ഈ തിയേറ്ററുകളിലേക്ക് ആളുകൾ ഒഴുകിയെന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ കുറെ കാണാം ചെണ്ടമേളവും ഒക്കെയാണ് എമ്പുരാനെ ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത്. എത്രത്തോളം ആവേശത്തിലാണ്? ആവേശം തിമിർപ്പാണ് എല്ലാവരും. ഇതിപ്പോ 4:30 സിനിമ കാണുന്ന ഒരു പ്രതീക്ഷ ഇത് കണ്ടില്ലേ, അവിടെ മേളം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ലാലേട്ടനെയും പൃഥ്വിരാജിനെയും ഒരു വൻ താരനിര തന്നെയാണ്. അവരെല്ലാവരും എതിരേൽക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. വളരെ എക്സൈറ്റ്മെന്റിലാണ് കേരളം മൊത്തം. കേരളം മാത്രമല്ല, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിനിമ റിലീസ് ആവുന്നതിന് മുൻപ് 80 കോടി ഓൾറെഡി കളക്ട് ചെയ്തു. ഇന്ത്യയിലൊന്നും മറ്റു രാജ്യങ്ങളിലും എല്ലാം കൂടെ കൂടിയിട്ട്. അപ്പൊ അതിന്റെ ഒരു ആഘോഷത്തിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. പുലർച്ചെ 3:30-4 മണിയാണ്. എമ്പുരാൻ ആവേശമാണ്. ലാലേട്ടൻ നെഞ്ചി വിരിച്ച് ലാലേട്ടൻ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മോഹൻലാലിന്റെ ഇങ്ങനെ ഒരു ഫിലിം കാണാൻ പറ്റിയത്. എല്ലാവരും ഫില്ലടിച്ച് ഞങ്ങൾക്ക് രാവിലെ 3:30 രാവിലെ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പൊ ദുബായില് ആദ്യമായിട്ടാണ് ഈ ഇടയ്ക്ക് ഇത്രയും രാവിലെ തന്നെ ഇത്രയും ആവേശത്തോടു കൂടി ഒരു സിനിമ കാണാൻ പറ്റും. ടിക്കറ്റ് നേരത്തെ നമ്മൾ എടുത്തിട്ട് ഒരുപാട് ദിവസമായി. അതുകൊണ്ട് കിട്ടി, പിന്നീട് കിട്ടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആളുകളൊക്കെ എത്തി തുടങ്ങിയാണ്. 120,000 അഡ്വാൻസ് ബുക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് പ്രശസ്തി കിട്ടുന്നത്. അതിനൊറ്റ കാരണം നമ്മുടെ ലാലേട്ടനാണ്. ഫാമിലി ഉണ്ട്,